അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പവർ ബാങ്ക് നോക്കുന്നതിന് പറ്റിയൊരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്കാണ്. പീട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇത് 548 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. കളറ് കുറേ കളറുണ്ട്, ബ്ലൂ, റെഡ്, ഗ്രീൻ, പലതിനും പല റേറ്റാണ്. ഞാനായിട്ട് വില കുറച്ച് നോക്കി മേടിച്ചാണ്. പക്ഷേ 1000 mAh ബാറ്ററി ഉള്ളത്. സമയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ കാര്യം, ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഉപയോഗിക്കുന്ന ഒരു K20 Pro ആണ്, റെഡ്മിയുടെ. ആ ഫോൺ 4000 mAh ബാറ്ററിയാണ്. അത് 2 തവണ ചാർജ് ചെയ്യാൻ സുഖമായിട്ട് പറ്റി. 2 തവണ, മൂന്നാമത്തെ തവണ ഒരു ഓഫായിപ്പോയി. ഒരു 10 to 100% 2 തവണ ചാർജ് ചെയ്ത്, പിന്നെ മൂന്നാം തവണ കുത്തി കുറച്ച് കഴിയുമ്പോൾ ഓഫായിപ്പോയി. എങ്ങനെ ആയാലും ഒരു 8000 mAh അടുത്ത് ഇതിന് ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ഔട്ട് കിട്ടുന്നുണ്ട്. മറ്റേ ഇതിൽ 10,000 mAh പറഞ്ഞാലും 2000 mAh പ്ലസ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബാങ്ക് എന്ന് പറയാനായിട്ട്. ഇങ്ങനെയാണ് പവർ ബാങ്ക് വരുന്നത്. ഇതിൻ്റെ പവർ ബാങ്ക് 12 വാട്ട് ഔട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ ബട്ടൺ ഉണ്ട്, ലൈറ്റ് കാണിക്കും, എന്തെങ്കിലും ചാർജ് എന്ന് കാണിക്കും. വീട്ടിലുണ്ട് നമ്മൾ 2 ഔട്ട്. പിന്നെ വരുന്നത് എന്താ, ബാക്ക് വേണ്ട, കളർ കുറവ് വരുന്നുണ്ട്, സ്ലിമ്മാണ്. നമ്മുടെ കയ്യിലുള്ളെങ്കിൽ പിടിക്കും, സ്ലിമ്മാണ്, പോക്കറ്റിലുണ്ട്. പിന്നെ വരുന്നത് ഡാറ്റ കേബിളാണ്. ഡാറ്റ കേബിൾ ഒരു ധർമ്മമാണ്, വലിയ ഉപയോഗമൊന്നുമില്ല അതുകൊണ്ട്. കാരണം നമ്മുടെ ഫോണിൻ്റെ ഒറിജിനൽ കേബിളിന് ഉപയോഗിക്കാൻ നല്ലത്. ഡാറ്റ കേബിൾ ഇതിനത്ര സ്പീഡ് കിട്ടുന്നില്ല ചാർജ് കയറാനായിട്ട്. നമ്മുടെ നോർമൽ കമ്പനി നമ്മുടെ ഇപ്പോൾ അഡാപ്റ്ററിന്, ചാർജറിന് അഡാപ്റ്ററിൻ്റെ ലെങ്ത് കൂടി കേബിൾ ഉപയോഗിക്കാൻ പിന്നെയും ചാർജ് പെട്ടെന്ന് കയറുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് അത്രയും എനിക്ക് ഉപയോഗിച്ചിട്ട് അത്ര ഫീൽ ആയില്ല, പയ്യെ കയറുന്നത് ചാർജ്. 2 ഔട്ട് 2 സെയിമാണ്. ചാർജിങ് സി ടൈപ്പ് വരുന്നുണ്ട്, ബി ടൈപ്പ് വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. കാര്യം 540 മുമ്പിലേക്കാണ്. ഇതൊക്കെ റേറ്റ് കുറയുന്നുണ്ട് ഇതിനേക്കാളും റേറ്റ്. അതുകൊണ്ട് മേടിച്ചത്. ഞാൻ നേരത്തെ പവർ ബാങ്ക് ഉപയോഗിച്ചിരുന്നതാണ്, നല്ല വീട്ടിൽ ചെയ്യാം. അതൊരു ഒറാമിയ എന്ന് പറഞ്ഞ കമ്പനിയാണ്. 20,000 mAh 800 ചില്ലായിട്ടേക്ക് മേടിച്ചാണ്. പക്ഷെ അത് വെള്ളം കയറി അടിച്ചു പോയതാണ്. നല്ലൊരു, അതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നത് നല്ലൊരു പവർ ബാങ്ക് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഇടാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അതിനകത്ത് കയറി നോക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ഓക്കെ. പിന്നെ വെള്ളം നനഞ്ഞാൽ ഇതും പോവും. വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാഗിനകത്ത്, ഈർപ്പം തട്ടുന്ന ബാഗിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞ സാധനം, ഈർപ്പം കയറിയ സാധനം ബാറ്ററി ബ്ലഡ് ആവും. പിന്നെ റിസ്ക്കാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ടത്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ്.